അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. മുഅ്മിനീങ്ങളാകുന്ന നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ സഹോദരന്മാരോട് നല്ല സ്വഭാവത്തിലും നല്ല സൗഹൃദത്തിലും പെരുമാറണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ്. നമ്മുടെ നാട്ടിൽ തകർന്നുകൊണ്ടിരിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ വീടും എൻ്റെ കുട്ടികളും എന്നുള്ള രൂപത്തിലേക്ക് പുതിയ കാലത്തുള്ള ആളുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് വലിയ വീട് വേണം, തനിക്ക് നല്ല സൗകര്യമുള്ള കാറ് വേണം, തനിക്കെല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. അതൊന്നും മറ്റുള്ളവന് കിട്ടുന്നത് ആഗ്രഹിക്കുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവന് കിട്ടുന്നത് കണ്ണുകടിയായി കാണുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പുതിയ കാലഘട്ടം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്കുണ്ടാവണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എന്താണോ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തൻ്റെ സഹോദരനും ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാത്ത കാലത്തോളം നിങ്ങളൊരു യഥാർത്ഥ സത്യവിശ്വാസിയല്ല. എനിക്ക് നല്ലൊരു കാറുണ്ട്, അപ്പോൾ ഞാൻ ആഗ്രഹിക്കണം എൻ്റെ സഹോദരനും അതുപോലെ ഒരു നല്ല കാർ ലഭിക്കണമെന്ന്. എനിക്ക് നല്ലൊരു വീടുണ്ട്, ഞാൻ ആഗ്രഹിക്കേണ്ടത് എൻ്റെ സഹോദരനും അങ്ങനെ ഒരു വീട് ഉണ്ടാവണമെന്നാണ്. അതല്ലാതെ എനിക്കെല്ലാ സൗകര്യങ്ങളും വേണം, തൻ്റെ സഹോദരന് അതൊന്നും ലഭിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവൻ, അതല്ലെങ്കിൽ തൻ്റെ സഹോദരിക്ക് അതൊന്നും ലഭിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ യഥാർത്ഥ സത്യവിശ്വാസിയല്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസുണ്ട്, മസലുൽ മുഅ്മിനീന ഫീമാ ബൈനഹും കമസലിൽ ബുനിയാൻ. മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങുകൾ പോലെയാണ്. അതിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും ഒരു കോട്ടം തട്ടിയാൽ, അടിഭാഗത്ത് എന്തെങ്കിലും ഒരു കേട് തട്ടിയാൽ അത് മറ്റുള്ള മുകളിലുള്ള ബിൽഡിങ്ങുകളെ ബാധിക്കും എന്നുള്ളതുപോലെ തൻ്റെ സഹോദരനൊരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവൻ്റെ മനസ്സിനെയും ബാധിക്കും. അങ്ങനെ ബാധിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അതല്ലാതെ തൻ്റെ സഹോദരനൊരു ബുദ്ധിമുട്ട് വരുന്നത് കാണുമ്പോൾ മനസ്സിനുള്ളിൽ സന്തോഷിക്കുന്നവൻ യഥാർത്ഥ മുഅ്മിനല്ല. നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത്, ഞാൻ സന്തോഷത്തോടു കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം എൻ്റെ സഹോദരന്മാരും സന്തോഷത്തിൽ ജീവിക്കണമെന്നാണ്. നമ്മുടെ ചുറ്റിലുമുള്ളവർ നമ്മളുടെ സഹോദരന്മാരാണ്. നമ്മളെപ്പോഴും അവരോട് സ്നേഹത്തിലും സൗഹൃദത്തിലും സന്തോഷത്തിലും പെരുമാറാനും അവർക്കൊക്കെ നന്മ വരാനും ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളും യഥാർത്ഥ സത്യവിശ്വാസിയാകുന്നത്. അതല്ലാതെ അവൻ്റെ വീഴ്ചയും അവൻ്റെ പതനവും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സത്യവിശ്വാസിയാകാൻ സാധ്യമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.